വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ അടുക്കിലേക്ക് ഈ ദൂതുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിലെ നാലുകൾ എന്ന് പറയുന്ന വിഷയം നമ്മൾ ചിന്തിച്ചു വരവേ 4 മണി നേരത്തെക്കുറിച്ച് ചിന്തിച്ചു. തുടർന്ന് നമ്മൾ 4ാമത്തെ നാഴികയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ദ 4th വാച്ച്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ ഇതിന് പ്രഭാതയാമം എന്ന് മറ്റൊരു പേരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 4ാം യാമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന മർക്കോസ് സുവിശേഷം 6ാം അധ്യായവും പ്രഭാതയാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എക്സഡസ് ചാപ്റ്റർ 14 കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയായിരുന്നു. അത് പഠിച്ചു വരുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് പ്രധാനമായിട്ടും 4 ലെസൺസ് പഠിക്കാനായിട്ടുണ്ട്. 4 ഫീലിങ്സിലൂടെ നമ്മൾ പോകാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ what are the 4 main purposes when God allows such things in our lives? ദൈവം ഈ വിധത്തിൽ 1ാം യാമത്തിലും 2ാം യാമത്തിലും 3ാം യാമത്തിലും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ദൈവം ഇനാക്റ്റീവായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ഈ 3 യാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു 4ാം യാമം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ 4 ലെസൺസ് പഠിക്കുകയുണ്ടായി. എത്ര കൂരിരുട്ടിൻ്റെ മധ്യത്തിലും ദൈവത്തിന് നമ്മുടെ സ്ട്രഗിൾ കാണാൻ കഴിയും. എത്ര ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ നടുവിലും നമ്മളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് വരുന്ന, നമുക്ക് വേണ്ടി വരുന്ന ദൈവീയ വാഗ്ദത്തങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മിലൊരു പ്രവൃത്തിയെ ആരംഭിച്ചു എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കും. 4, ദൈവം എല്ലാ അസാധ്യതകളുടെയും നടുവിൽ പറ്റത്തില്ലെന്ന് തോന്നുന്ന, മാനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത ചിലതിൻ്റെ നടുവിൽ അതിൻ്റെ മുകളിലൂടെ നടന്ന് അവൻ വരും. He will come walking on all the impossibilities. അവൻ വരും. നമുക്ക് 4 വിധത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫീലിങ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം. I can't do it. It's beyond my capacity. 2, maybe God is against me. I'm not in His will. God is far from me, or I'm far from God, and I'm being punished for a wrong doing. ഇതിനകത്തു നിന്ന് നമ്മൾ പുറത്തു വരണം. അതിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്താണ് 4 പർപ്പസസ്? 1, God allows such a thing in our life to humble us. നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ടാണ് ദൈവം, നമ്മളെ താഴ്മയുള്ളവരാക്കി തീർക്കുവാൻ ദൈവം ഈ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. 2, to see ourselves, നമ്മളെ തന്നെ കാണുവാൻ, നമ്മളെ തന്നെ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ ഫെയ്ത്തിൻ്റെ ഡെപ്ത് എന്താണ്, അത് മനസ്സിലാക്കുവാൻ ദൈവം ഇത്തരം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നിമിത്തം നമുക്ക് ഇടയായിത്തീരും. റെവലേഷൻ ഓഫ് ഡിവൈൻ ട്രൂത്ത്സ്, അതായത് നീ മിണ്ടാതിരുന്നാൽ മതി, യു ജസ്റ്റ് ബി സ്റ്റിൽ, യു ജസ്റ്റ് ഹോൾഡ് ഓൺ ടു യുവർ പീസ്, ഐ എം ഗോയിങ് ടു ഫൈറ്റ് ഫോർ യു. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളുടെ നടുവിൽ നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട്. ആ ട്രൂത്ത്സ്, ഡിവൈൻ ട്രൂത്ത്സ് നമുക്ക് റിവീൽ ചെയ്ത് കിട്ടുന്നത് നമ്മൾ ഇത്തരം അവസരങ്ങളിലൂടെ പോകുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ ധാരാളം സമയങ്ങളിൽ ഞാൻ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ നടുവിൽ കൂടെ പോയപ്പോൾ ദൈവം എന്നെ ധാരാളം സത്യങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിന് മാത്രമല്ല, അനേകർക്ക് അത് ആശ്വാസവും വിടുതലുമായി തീരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു. 4, this is the time God uses to show us His divinity, to reveal His divinity. നിങ്ങൾ ഓർക്കുക, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം വന്നതുകൊണ്ടാണ്
ചെങ്കടൽ പിളർക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. മാത്രമല്ല, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഒരു യേശുവിനെ കാണാൻ കഴിഞ്ഞത് ഇത്തരം ഒരവസരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അവൻ്റെ ആ ഡിവൈനിറ്റി, ദൈവികത്വം നമുക്ക് മനസ്സിലാകുവാൻ ദൈവം ഈ അവസരങ്ങളെ ഉപയോഗിക്കും. നമ്മളെ തന്നെ താഴ്ത്തുവാൻ, നമ്മൾ ആരാണ്, നമ്മുടെ സ്ട്രെങ്ത് എത്രമാത്രമുണ്ട്, നമ്മുടെ ഫെയ്ത്തിൻ്റെ ഡെപ്ത് എന്തുമാത്രമുണ്ട്, എനിക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാൻ ദൈവം ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. ഡിവൈൻ ട്രൂത്ത്സ് റിവീൽ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ആ ദൈവികത്വം, ആ ഡിവൈനിറ്റി, അതിൻ്റെ ആ സുപ്രീം ഡിവൈനിറ്റി കാണിക്കുവാൻ, അത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ ഈ അവസരങ്ങൾ ദൈവം നമ്മളെ സഹായിക്കും. ഈ അവസരങ്ങളിലൂടെ ദൈവം നമ്മളെ സഹായിക്കും. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ തള്ളി ഇറക്കിയ ദൈവം 4 കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവരെ നിർബന്ധിച്ച് ഈ യാത്രയ്ക്കായിട്ട് ഒരുക്കിയ യേശു 4 കാര്യങ്ങൾ ചെയ്തു. ഫസ്റ്റ് വൺ, ഹി പ്രേയ്ഡ്. ഇവരെ തള്ളി ഇറക്കി ആ കടലിലേക്ക് വിടുമ്പോൾ അവരെ അങ്ങനെ വിട്ടിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുന്ന ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, സ്തേഫാനോസ് കല്ലെറിഞ്ഞ് അവൻ ഹല്ലേലൂയ മരണപ്പെടുമ്പോൾ തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. അവൻ കാണുകയാണ് യേശു സ്വർഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ അവൻ്റെ ഒരു വിശുദ്ധനായവൻ, ഹല്ലേലൂയ അവൻ്റെ ഒരു വേലക്കാരൻ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ അവൻ കല്ലേറുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ ശരീരവും മനസ്സും ഹല്ലേലൂയ ഒരുപോലെ വേദനിച്ച ഹല്ലേലൂയ അവൻ സ്വർഗത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ യേശു മൗനമായി അവനോട് പറയുകയായിരുന്നു, അല്ലയോ കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല, നീ അങ്ങനെ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ല. കാരണം യേശു ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്തേഫാനോസ് കല്ലെറുകൊണ്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ വേദനപ്പെടുമ്പോൾ അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഹല്ലേലൂയ ഞാൻ പറയും സ്തേഫാനോസിന്റെ ആത്മാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയുടെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിൽ ഹല്ലേലൂയ യേശു എഴുന്നേറ്റ് നിന്നു എന്ന് ഞാൻ പറയും. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഇൻറ്റർസീഡ് ചെയ്യുന്ന ഹല്ലേലൂയ ഒരു മഹാദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഈ ഭൂമിയിൽ ആരും നിങ്ങൾക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യാനില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ഹല്ലേലൂയ പരാതിപ്പെടേണ്ട, ഹല്ലേലൂയ സങ്കടം തോന്നണ്ട. ആരും ഒരു വാക്ക് പോലും ഹല്ലേലൂയ പലപ്പോഴും ശുശ്രൂഷകർ ഹല്ലേലൂയ ഹല്ലേലൂയ ചിന്തിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ മറ്റുള്ളവർ അവരുടെ വിഷയങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്നെ ഒന്ന് താങ്ങുവാൻ, എന്നെ ഒന്ന് കരുതുവാൻ ആരുമില്ല എന്നോർത്ത് എപ്പോഴെങ്കിലും ഒരു വേദന തോന്നുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായി തള്ളി ഇറക്കിയവൻ ഹല്ലേലൂയ 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 നിന്റെ ജീവിതത്തിന്റെ പടക് ഹല്ലേലൂയ ഹല്ലേലൂയ ആടി ഉലയുന്നതും ഹല്ലേലൂയ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ കാറ്റാഞ്ഞടിക്കുന്നതും ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന് നേരെ പ്രതികൂലമാകുന്നതും നീ തണ്ട് വലിച്ച് വലയുന്നതും നിന്റെ 1-ാം യാമത്തിലെ വേദനയും നിന്റെ 2-ാം യാമത്തിലെ സംശയവും നിന്റെ 3-ാം യാമത്തിലെ നിരാശയും ഹല്ലേലൂയ 4-ാം യാമത്തിലോട്ട് കയറുമ്പോൾ വിട്ടുകളയുവാനുള്ള, അടിയറവ് പറയുവാനുള്ള, സറണ്ടർ ചെയ്യാനുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ മാനസികാവസ്ഥയും എല്ലാം കണ്ട് ഹല്ലേലൂയ അത് സംഭവിക്കാതെ വണ്ണം ഹല്ലേലൂയ ശത്രു ചെയ്യുന്നതിനെ തടസ്സം ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തെ മുക്കിക്കളയാതെ വണ്ണം ഹല്ലേലൂയ ഒരു കോട്ട പോലെ അവന്റെ പ്രാർത്ഥന നിനക്കുണ്ട്. അവൻ പ്രാർത്ഥിച്ചു. 2, അവൻ കണ്ടു എന്ന് വായിക്കുന്നു.
നീ ഓർക്കുക ദൈവം ഇതിലേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ ആത്മാവിൽ ചിലത് കണ്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൊണ്ട് അവൻ ചിലത് കണ്ടു. ഹല്ലേലൂയ. എന്ത് കണ്ടു? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കറക്കം അവൻ കണ്ടു. നിന്റെ പടകിൽ വെള്ളം കയറുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള നിന്റെ അവസ്ഥ അവൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ കണ്ണിന് ഹല്ലേലൂയ ഒന്നും കാണാൻ കഴിയാത്ത കൂരിരുട്ടിന്റെ നടുവിൽ ഹല്ലേലൂയ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടതകളൊന്നും അവന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുകയില്ല. നിന്നെ തള്ളി ഇറക്കിയവൻ നിന്റെ മേൽ നിന്ന് ദൃഷ്ടി എടുക്കത്തില്ലെന്ന്. നിന്നെ ശുശ്രൂഷയ്ക്ക് പറഞ്ഞിറക്കിയവൻ, നിന്നെ രക്ഷയിലേക്ക് നിർബന്ധിച്ച് കാൽവരിയുടെ ചുവട്ടിലേക്ക് വലിച്ചടിപ്പിച്ചവൻ, അവന്റെ കണ്ണ് നിന്റെ മേൽ നിന്ന് മായുകയില്ലെന്ന. അത് ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവന്റെ ദൃഷ്ടി ഹല്ലേലൂയ നിന്റെ മേൽ നിന്ന് മാറിപ്പോവുകയില്ലെന്ന. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഓർത്തുകൊള്ളുക, അവന്റെ ദൃഷ്ടി നിന്റെ മേൽ നിന്ന് മാറിപ്പോകത്തില്ല. അവന്റെ ദൃഷ്ടി നിന്റെ ശുശ്രൂഷയുടെ മേൽ നിന്ന് മാറിപ്പോകത്തില്ല. അവന്റെ ദൃഷ്ടി നിന്റെ സന്തതിയുടെ മേൽ നിന്ന് മാറിപ്പോകത്തില്ല. അവന്റെ ദൃഷ്ടി നിന്റെ അസാമ്പത്തിക വിഷയത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകത്തില്ല. അവന്റെ ദൃഷ്ടി നിന്റെ ശരീരത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ മാറ്റിക്കളയുവാൻ അവന് കഴിയത്തില്ല. കാരണം നിന്നെ പറഞ്ഞിറക്കിയത് അവനാ. ആ ഉത്തരവാദിത്വം അവനുണ്ട്. 3, അവൻ ഇറങ്ങി വന്നു എന്ന് വായിക്കുന്നു. അവൻ ഇറങ്ങി വരും. അവനവിടെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിന്റെ സകല ബലവും തീർന്നു എന്ന് തോന്നുന്ന 4-ാം യാമത്തിൽ, 1-ാം യാമത്തിൽ ഒരുപക്ഷെ ഹല്ലേലൂയ നീ ചിന്തിച്ചു കാണും, ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് തുഴയാൻ കഴിയും, എനിക്ക് അല്പം കൂടെ ബലമുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് തുഴഞ്ഞു. 2-ാം യാമത്തിൽ ക്ഷീണിച്ചവർ അതിനകത്ത് കാണും. എങ്കിലും കുറച്ചുപേരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഹല്ലേലൂയ നമുക്ക് തുഴയാം. പറ്റത്തില്ലെന്ന് പറഞ്ഞവരുടെയൊക്കെ വാക്കുകൾക്ക് മേലെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം 2-ാം യാമത്തിൽ തുഴഞ്ഞു. 3-ാം യാമത്തിൽ ഒരുപക്ഷെ നീ ഒറ്റയ്ക്ക് തുഴഞ്ഞു കാണും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ 4-ാം യാമത്തിൽ ഹല്ലേലൂയ 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 നിന്റെ കൈയുടെ ബലം ക്ഷയിക്കുന്നത്, നിന്റെ ഹല്ലേലൂയ അകത്തെ ബലം ക്ഷയിക്കുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് തുഴയാൻ ഹല്ലേലൂയ 1 ഇഞ്ച് ബലമില്ലാത്തത്, ഹല്ലേലൂയ എത്ര തുഴഞ്ഞാലും വട്ടം കറങ്ങുന്നത് പോലുള്ള ഹല്ലേലൂയ ആ അനുഭവം, അതിന്റെ നടുവിൽ അവൻ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അവൻ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് ഈ ദൂത് കേൾക്കുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിൽ കാണാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ യഹോവ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ മിസ്രൈമ്യ സൈന്യത്തെ നോക്കി എന്ന് നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ നോക്കി. ഹല്ലേലൂയ അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ച് കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞാൻ ഒന്ന് പറയും, ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ദൃഷ്ടി നിന്റെ മേലിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൃഷ്ടി, അവന്റെ ആ കണ്ണുകൊണ്ട് നീ ഹല്ലേലൂയ അവൻ നിന്നെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അതേ കണ്ണുകൊണ്ട് ഹല്ലേലൂയ അതേ നോട്ടം കൊണ്ട് നിനക്കെതിരെ വരുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ ഇരുമ്പ് രഥങ്ങളുടെ ഹല്ലേലൂയ ഓട്ടം, ഹല്ലേലൂയ രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ചു കളയുന്ന ഒരു നോട്ടമാണ്. മിസ്രൈമിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കാര്യം അവിടെ വിളിച്ചു പറഞ്ഞു, യഹോവ ഇസ്രായേലർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ട് അവരത് പറയാൻ കാരണം? അവർ ലിറ്ററലി ഹല്ലേലൂയ 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 ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന യഹോവയെ അവർ കണ്ടു കാണണം. നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. 4-മതായി ഹല്ലേലൂയ സ്തോത്രം, അവൻ സംസാരിക്കും. നിന്റെ ജീവിതത്തെ സ്വസ്ഥമാക്കുവാൻ, നിന്റെ പടകിനെ സ്വസ്ഥമാക്കുവാൻ, കടന്നു വരുന്നവനെ കണ്ടിട്ട് പോലും ഹല്ലേലൂയ നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് യേശു ഹല്ലേലൂയ കടലിന്മേൽ നടന്നു വരുമ്പോൾ അത് ഭൂതമാണെന്ന് പറഞ്ഞവർ നിലവിളിക്കുകയാണ്. യേശുവിനെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു 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 മാനസികാവസ്ഥയിലായിരുന്നു അവർ. ഭയപ്പെട്ടു പോയി. അങ്ങനെ ഒരു അവസ്ഥയിലും അവന്റെ ഇമ്പമേറിയ ശബ്ദം നിന്നെ തേടി വരുന്നു, ഞാനാകുന്നു. ആരായി ഞാൻ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മൗനമായി നിന്നോട് പറയുക, അല്ലയോ പത്രോസേ, അല്ലയോ യോഹന്നാനേ, അല്ലയോ ഹല്ലേലൂയ, ഹല്ലേലൂയ മത്തായിയേ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനാകുന്നു ഈ കടലിനെ സൃഷ്ടിച്ചവൻ, ഞാനാകുന്നു ഈ കാറ്റിനെ സൃഷ്ടിച്ചവൻ, ഞാനാകുന്നു ഈ പ്രപഞ്ച മണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഞാനാകുന്ന ഒരു വാക്കുകൊണ്ട് ഹല്ലേലൂയ ഇതിനെ സകലത്തെയും സൃഷ്ടിച്ചു എങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതിനോട് അടങ്ങാൻ പറയാൻ അധികാരമുള്ളവൻ അവനോട് പറയുന്നതിന് മുമ്പ് നിന്നോട് പറയുന്നു, നിന്റെ അകത്തെ ഭയം അടങ്ങട്ടെ, നിന്റെ ഭ്രമം അടങ്ങിപ്പോകട്ടെ, നിന്റെ സംശയം അടങ്ങിപ്പോകട്ടെ, നിന്റെ വിശ്വാസമില്ലായ്മ അടങ്ങിപ്പോകട്ടെ. ഞാനാകുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ചിലരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനത് ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ വിടിവിപ്പാൻ ശക്തനായ ദൈവമാണ്. അവൻ വന്ന് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, പടകിൽ കയറി സകലതും സ്വസ്ഥമായി. അപ്പോൾ തള്ളി നമ്മളെ വിട്ടവൻ 4 കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ കേട്ടു. അവൻ പ്രാർത്ഥിക്കും, അവൻ കാണും, അവൻ ഇറങ്ങി വരും, അവൻ സംസാരിക്കും. അതെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ ദൈവം ഇറങ്ങി വന്ന് ഒരു വഴി ഒരുക്കിയാൽ, അവൻ പടകിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ അത് ശാന്തമായി എന്ന് വായിക്കുന്നു. ഈ ദൈവം ഇറങ്ങി വന്ന് ഒരു വഴി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ അതൊരു ഉണങ്ങിയ നിലമായിരുന്നു എന്നാണ് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നത്. അതിൻ്റെ നടുവിൽ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ചെങ്കടൽ രക്ഷയെ കാണിക്കുന്നതാ. ഹല്ലേലൂയ, ചെങ്കടലിന്റെ നടുവിലൂടെ ഹല്ലേലൂയ ഒരുക്കിയ വഴി ഉണങ്ങിയ വഴിയായിരുന്നു. അതൊരു കുറവില്ലാത്ത വഴിയായിരുന്നു. അത് പാതി വഴി വരെയുള്ള വഴിയല്ല, അക്കരെ വരെയുള്ള വഴിയാണ്. അത് വഴുവഴുപ്പില്ലാത്ത വഴിയാണ്. അത് നിന്നെ തെന്നി വീഴിച്ച് കളയുന്ന വഴിയല്ല, നിന്നെ അക്കരെ കൊണ്ടുവന്ന് എത്തിക്കാൻ ശക്തമായ വഴിയാണ്. കാൽവറിയെ ആശ്രയിച്ച, യേശുവിനെ ആശ്രയിച്ച, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച, അവൻ്റെ നാമത്തിൽ ആശ്രയിച്ച രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ഇതൊരു കുറവില്ലാത്ത വഴിയാണ്. ഇതിനകത്ത് ഒരു വഴുവഴുപ്പുമില്ല. ഇത് പാതി വരെ കൊണ്ടുവെത്തിക്കുന്ന വഴിയല്ല, ഇത് അക്കരെ വരെ നിന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്ന വഴിയാ. ഇത് നിന്നെ നിത്യതയോളം കൊണ്ടുവന്ന് എത്തിക്കുന്ന വഴിയാ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലൂടെ തുറന്നു വെച്ചിരിക്കുന്ന ഏക വഴി, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, that is the perfect name. അവൻ പറഞ്ഞു, I am the way, truth and life. ആ വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആ വഴി കുറവില്ലാത്ത വഴിയാണ്. ഒന്നുകൂടെ താണിറങ്ങി പറഞ്ഞാൽ, ഈ വഴി ചെളി പറ്റാത്ത വഴിയാ. പാപത്തിൻ്റെ ചെളി അവിടെ ഇല്ല. നീ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പിന്നീട് പാപം ചെയ്യുവാൻ പ്രമാണമില്ല. പാപത്തിൻ്റെ ചെളിയുമായി ഈ വഴിയിലൂടെ നിനക്ക് നടക്കുവാൻ സാധ്യമല്ല. ഇത് പാപമില്ലാത്ത വഴിയാ. പാപമില്ലാത്തവർക്ക് നടക്കുവാനുള്ള വഴിയാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ വീണ്ടും ഒരു ചെളിയില്ല കേട്ടോ. ഹല്ലേലൂയ, അല്പം വെള്ളവും ഹല്ലേലൂയ അല്പം ഉണക്കും എന്ന് പറയുന്ന പരിപാടിയില്ല. ഹല്ലേലൂയ, ഒരു പൂർണ്ണതയിലുള്ള ക്രിസ്തീയ ജീവിതമാ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വഴിയിലൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവൻ ഇറങ്ങി വരും. അവൻ 4-മനായി ഇറങ്ങി വരും. ഇത് പറയുമ്പോൾ നമുക്ക് സംഭവം അറിയാം. ഡാനിയൽ ചാപ്റ്റർ 3 verse 16 to 18. ആ ഭാഗത്ത് ഹല്ലേലൂയ, സ്തോത്രം, ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അവിടെ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു ചോദ്യത്തിന് ശദ്രക്കും, മേശക്കും, അബേദ്നെഗോയും 4 ഉത്തരങ്ങൾ കൊടുത്തു. എന്തായിരുന്നു ഒരു ചോദ്യം? ഡാനിയൽ ചാപ്റ്റർ 3 verse 15. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. നമസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. നിങ്ങളെ
എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാകുന്ന ദേവൻ ആർ? അവൻ ചോദിച്ച ചോദ്യം, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ദേവനുണ്ടോ? അല്ലയോ നെബൂഖദ്നേസറേ, നിനക്ക് ദേവന്മാരെ പരിചയമുള്ളൂ. പക്ഷേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന, ഹല്ലേലൂയ, ഈ 3 പേർക്കും ദേവന്മാരെയല്ല പരിചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തെയാ പരിചയം. ഇവിടെ പല കുട്ടി ദൈവങ്ങളും കാണും. ഹല്ലേലൂയ, പല ദേവന്മാരെയും ആശ്രയിക്കുന്നവർ കാണും. ഹല്ലേലൂയ, പല മധ്യസ്ഥന്മാരുടെയും, ഹല്ലേലൂയ സ്തോത്രം, ആശ്രയം പിടിച്ച് ജീവിക്കുന്നവർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, നീയും ഞാനും വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു ദേവനിലല്ല, ഏതെങ്കിലും ഒരു കുട്ടി ദൈവത്തിലല്ല, ഏതെങ്കിലും ഒരു മധ്യസ്ഥനിലല്ല. ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഏക മധ്യസ്ഥൻ, ഹല്ലേലൂയ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. അതൊരു ദേവനല്ല. നെബൂഖദ്നേസർ ചോദിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുമോ? അതിന് 4 ഉത്തരങ്ങൾ ഈ പ്രിയപ്പെട്ടവർ കൊടുത്തു. അവർ പറഞ്ഞു, 1, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ആവശ്യമില്ല. നീ പറയുന്ന ഈ ചോദ്യത്തിന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇപ്പം ഉദ്ദേശിക്കുന്നില്ല. 2, ഞങ്ങളെ ദൈവം വിടുവിക്കും. 16 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം ഞങ്ങളെ വിടുവിക്കും. നിന്റെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരമില്ല. 1. 2, ദൈവം ഞങ്ങളെ വിടുവിക്കും. 3, അഥവാ വിടുവിച്ചില്ലെങ്കിൽ പോലും നിന്റെ ദേവന്മാരെ ഞങ്ങൾ സേവിക്കത്തില്ല. 4, നീ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെ, ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഉത്തരമില്ല. എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിക്കും, ദേവന്മാരെ ഞങ്ങൾ സേവിക്കത്തുമില്ല, നിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തുമില്ല. ഈ 4 മറുപടി അങ്ങോട്ട് പറഞ്ഞപ്പോൾ നെബൂഖദ്നേസറിൻ്റെ 4 പ്രതികരണങ്ങൾ നമുക്കവിടെ വായിക്കാൻ കഴിയും. 1, താഴോട്ടുള്ള വാക്യങ്ങൾ 19 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ മതി. 19 മുതൽ 19-20 വാക്യങ്ങൾ. അവിടെ അവന് കോപം മുഴുത്തു. 1, അതിൻ്റെ പ്രതികരണമാണ്. 2, അവൻ്റെ മുഖഭാവം മാറി. 3, ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചു. 4, ഇവരെ ചൂളയ്ക്കകത്ത് ഇട്ടുകളയാൻ കൽപ്പന പുറപ്പെടുവിച്ചു. നീ ചിലതിനൊക്കെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ ചിലരുടെ കോപം മുഴുത്തെന്ന് വരും, ചിലരുടെ മുഖഭാവം മാറിയെന്ന് വരും, ചിലതിൻ്റെയൊക്കെ ചൂളയ്ക്ക് 7 ഇരട്ടി ചൂട് കൂട്ടിയെന്ന് വരും, അതിനകത്ത് ഇട്ടുകളയാനുള്ള കൽപ്പന വന്നുവെന്നും വരാം, സാധ്യതയുണ്ട്. പക്ഷേ ദൈവപുത്രനോട് ഒത്തിരിക്കുന്ന ഒരുവൻ ഇറങ്ങി വരണമെങ്കിൽ നീ ബന്ധിക്കപ്പെട്ടവനായി അതിനകത്ത് പോയേ പറ്റൂ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെയും അവിടെ ഇട്ടതിന് ശേഷം കൊണ്ടുപോയി ഇട്ടവർ കരിഞ്ഞുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടി വന്ന ഒരു കാര്യം, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു. എങ്ങനെയാണ് ഇവർ തീയുടെ ബലം കെടുത്തിയത്? പുറമേയുള്ള തീ ഇത്രയും ചൂട് കൂടി ഇരിക്കുമ്പോൾ ഇവരുടെ 3 പേരുടെയും കൂടെ അകത്ത് കത്തിയ ഒരു സ്വർഗത്തിലെ തീ ഉണ്ടായിരുന്നു. ആ തീയുമായി അതിനകത്തേക്ക് ചെന്നിറങ്ങിയപ്പോൾ മറ്റേ തീയുടെ ബലം കെട്ടുപോയി. നെബൂഖദ്നേസർ രാജാവ് പെട്ടെന്ന്, ഹല്ലേലൂയ, ഈ സംഭവം കണ്ടപ്പോൾ അവൻ്റെ 4 റെസ്പോൺസ് കൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. 24 മുതലുള്ള വാക്യങ്ങൾ. 1, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. 2, അവൻ എഴുന്നേറ്റു. 3, അവൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. 3 പേരെയല്ലേ നമ്മൾ ഇട്ടത്? 3. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണുന്നു. 4-മനായി അവൻ നമ്മുടെ ജീവിതത്തിൽ തീച്ചുള്ളയുടെ നടുവിൽ ഇറങ്ങി വന്നാൽ, ആ ഇറങ്ങി വരുന്നത് വരെ വിശ്വാസത്തിന് വേണ്ടി ഞാനും നിങ്ങളും നിലകൊണ്ടാൽ 4 കാര്യങ്ങൾ സംഭവിക്കും.
കോപം മുഴുത്തെന്നിരിക്കും, മുഖഭാവം മാറിയെന്നിരിക്കും, ചൂളയുടെ തീ കൂടിയെന്നിരിക്കും, ചൂട് കൂടിയെന്നിരിക്കും, അല്ലെ നിന്നെ അതിനകത്ത് ഇടാൻ കൽപ്പന വന്നെന്നിരിക്കും. അത് ഫിസിക്കൽ റെലമിൽ അത് നടക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ആത്മമണ്ഡലത്തിൽ ഞാൻ പറയും ഹല്ലേലൂയ, നീ ആ തീച്ചൂളയ്ക്കകത്ത് വീണാൽ ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ ചിലതൊക്കെ ഭ്രമിച്ചു പോകും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, ചിലതൊക്കെ അതിന്റെ സ്ഥാനം വിട്ട് എഴുന്നേൽക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, സംസാരിക്കാതിരുന്ന ചിലതൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ, ചിലതൊക്കെ സംസാരിച്ചു തുടങ്ങും. അയ്യോ, ഇവരെയാണോ ഞാൻ ഇട്ടത്? 3-നെയല്ലേ ഇട്ടത്? ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, ചിലതൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവപുത്രനെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഹല്ലേലൂയ, ആത്മമണ്ഡലത്തെ ഭ്രമിപ്പിക്കുന്ന, ഹല്ലേലൂയ, ചിലതിനെ അതിന്റെ സ്ഥാനം വിട്ട് എഴുന്നേൽപ്പിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ചിലരുടെ ഉള്ളിൽ കിടിലം കൊള്ളിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, ചില ജീവിതങ്ങൾ യേശുവിനെ വാസ്തവമായി കാണുന്ന ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം 4-മനായി നിന്റെ ജീവിതത്തിൽ അവൻ ഇറങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീച്ചുളയുടെ നടുവിലാണോ ആയിരിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തീച്ചുളയുടെ നടുവിൽ നീ ഇറങ്ങി വരണമേ. ആത്മമണ്ഡലം ഭ്രമിച്ചു പോകട്ടെ. ഹല്ലേലൂയ, ചിലതിന്റെ സ്ഥാനം വിട്ട് ഹല്ലേലൂയ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില ജീവിതങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ, ഇവരുടെ തീച്ചൂള നിമിത്തം ഹല്ലേലൂയ നിന്നെ കാണത്തക്കവണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരത്ഭുതം കണ്ട് സംസാരിക്കത്തക്കവണ്ണം അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒരു 4-മനായി അവൻ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരും. അടുത്ത ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.